ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. അപ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരുടെ ജീവിതം ക്ഷണഭങ്കുരമാണ്. മനുഷ്യജീവനെ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ഒന്നാണ് ഓരോ ജീവനും. അത് മനുഷ്യനായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ ഒക്കെ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ക്ഷണഭങ്കുരമായ നമ്മുടെ ഈ ജീവിതത്തിൽ നാം മനുഷ്യർ ചെയ്യുന്ന ചില, എന്താണ് ആ പദം പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചില അനാവശ്യപരമായ കാര്യങ്ങൾ എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ പൈസ കൊടുത്ത് ഒരു ജീവനെ മേടിച്ചിട്ട് വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലേക്കുള്ള പ്രവണത കേരളം ഒട്ടാകെ നടക്കുന്നു. അതിന് പ്രധാന കാരണം നാം ആർഭാടത്തിന് വേണ്ടി എത്ര തുകകളാണ് ചെലവഴിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവനെ പോലെ തന്നെ ഇപ്പം നമ്മുടെ ഒരു വീട്ടിലൊരു അച്ഛനമ്മ, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. അതുപോലെയാണ് ഓരോ ജീവൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു ഇടവമാസ മഴ, ആ ഇടവമാസ മഴയിൽ ഞാൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു നായക്കുട്ടി നല്ല ഇടവമാസം എന്ന് പറയുമ്പോൾ നല്ല മഴയാണ്. ആ മഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് ആ നായക്കുട്ടി അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ ഫോണുകളിലൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ വന്ന് ഞാൻ ആ നായക്കുട്ടിയെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ദയനീയാവസ്ഥ തോന്നി. ഞാനിങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ പുറകിന് വന്നു കഴിഞ്ഞ് മെമ്പറൊക്കെ ഇടപെട്ട് തൽക്കാലത്തേക്ക് എൻ്റെ അടുക്കൽ നിർത്തി. പക്ഷെ എനിക്കതിനെ നോക്കാനുള്ള അവസ്ഥയില്ല. കാരണം ഇതിനെന്ത് ഫുഡാണ് കൊടുക്കുന്നത്? ലാബ് എന്നൊക്കെ പറയും, ലാബ് ഇനത്തിൽപ്പെട്ട നായയാണ്. അപ്പോൾ അതിന് പലതരത്തിലുള്ള ഫുഡുകളാണ് കൊടുക്കേണ്ടത്. നമുക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടും. അപ്പോൾ ഞാൻ ഉള്ളത് കൊടുത്ത് അതിനെ പരിപാലിച്ചു. ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ആ ലാബ് തന്നെയാണ്. നമ്മൾ പൈസ കൊടുത്ത് അനാവശ്യമായി തന്നെ പറയാം, എന്തിനാണ് ഇങ്ങനെ പൈസ കൊടുത്തൊരു ജീവനെ തെരുവിൽ ഉപേക്ഷിക്കുന്നത്? നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഉപേക്ഷിച്ചവർ ആരാണെങ്കിൽ തന്നെയും അവരൊന്ന് ചിന്തിക്കണം. അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ വരും തലമുറ, അവർക്ക് തന്നെ ഇപ്പം നമ്മുടെ ഈ കാലം മാതാപിതാക്കളെ വരെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ തെരുവിൽ ഉപേക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ഒരു നായയെ തെരുവിൽ ഉപേക്ഷിച്ചത് തീർച്ചയായിട്ടും ഒരു പുതുമയുള്ള കാര്യമല്ല. എങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അവസ്ഥ, അതും ഒരു മിണ്ടാ പ്രാണിയാണ് എന്ന് നാം ചിന്തിക്കണം. അതിനും ഒരു ജീവനുണ്ട്, അതിനുമുണ്ടൊരു ജീവിതം. നാം ചിന്തിക്കണം. അതിൻ്റെ ദയനീയാവസ്ഥ ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദേഹത്തെ എല്ലുവരെ എണ്ണിപ്പെറുക്കിയെടുക്കാം. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഭക്ഷണക്രമം, അതിനൊരു ഭക്ഷണം കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നത് അതിന് കഴിക്കാൻ ഒക്കുന്നില്ല. അതിനെ ശീലിപ്പിച്ച ഒരു ചിട്ടയായ പ്രക്രിയ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മാക്സിമം പേര്, നിങ്ങൾ അങ്ങനെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ ഒരു ജീവിയെയും മേടിക്കരുത്, അതിനെ തെരുവിൽ ഉപേക്ഷിക്കരുത്. വലിയ വില കൊടുത്ത് നാം ഓരോ ജീവനെയും മേടിച്ചിട്ട് അതിൻ്റെ ജീവനും ജീവിതവും നശിപ്പിക്കും. അപ്പോൾ ഈ ലാബിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ആരെങ്കിലും കൊണ്ടുപോകും, പലരും വിളിച്ചിട്ടുണ്ട്, കൊണ്ടുപോകാം എന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. മനുഷ്യ ജീവിതം പോലെ വിലപ്പെട്ടതാണ് ഓരോ ജീവിയുടെയും ജീവിതം. അതൊരിക്കലും പാഴാക്കാതെ നിങ്ങൾ മേടിക്കണ്ടാവുന്ന, ഇനി മേടിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ മേടിച്ചാൽ അതിൻ്റെ അന്ത്യം വരെ നിങ്ങൾ പരിപാലിക്കണം. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ തന്നെ നായയുടെ അവസ്ഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ജീവനും പൊലിയാതെ നിങ്ങൾ തന്നെ പരിപാലിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ നന്ദി അറിയിച്ചുകൊണ്ട്, എല്ലാവരും കാണണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.